നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത്ത, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റോഷിത്താസ് വുമൻസ് ഹെൽത്ത് ക്ലിനിക്, കാസർഗോഡ്. ഞാനൊരു നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യനാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോണിന്റെ ബുദ്ധിമുട്ടുകൾ, ഗർഭകാലത്ത് കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രസവ സമയത്ത് കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഞാൻ പ്രകൃതി ചികിത്സയിലൂടെ നോക്കുന്നത്. ഇന്ന് സയന്റിഫിക് എവിഡൻസോടുകൂടെ നമ്മുടെ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വിശദീകരിച്ച് പറയാം. സ്ത്രീകൾ ഇന്ന് കുറെ ബുദ്ധിമുട്ടുകളാണ് ആർത്തവ സമയത്ത് അനുഭവിക്കുന്നതും ആർത്തവ ക്രമക്കേട് കൊച്ചു കുട്ടികളിൽ പോലും കണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അസുഖം വരാനുള്ള കാരണം, നമ്മൾ പ്രകൃതി ചികിത്സയിൽ ഏതൊരു അസുഖത്തിന് കാരണം നമ്മുടെ ശരീരത്തിൽ മാലിന്യം അടിഞ്ഞു കൂടുമ്പോഴാണ് നമുക്ക് അസുഖം വരുന്നത്. അപ്പൊ ഈ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചികിത്സാ രീതി. പ്രകൃതി ചികിത്സയിൽ യാതൊരുവിധ മരുന്നുകളോ ശസ്ത്രക്രിയകളോ ഇല്ല. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ തന്നെ പ്രകൃതിദത്തമായ രോഗശമന ശക്തി അല്ലെങ്കിൽ ഹീലിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഈ രോഗശമന ശക്തിയെ കുറിച്ച് വിശദമായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ ഹീലിംഗ് പവറിനെ കുറിച്ച് വിശദമായിട്ട് പാത്തോളജിക് ബേസിസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ആദ്യത്തെ 4 ചാപ്റ്ററിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയാം. ഇപ്പോൾ PCOD, PCOS അല്ലെ ആർത്തവ ക്രമക്കേട് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ ആൻഡ്രോജന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണിന്റെ വ്യതിയാനം മൂലമാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമുക്ക് ഗർഭാശയ മുഴകൾ ഉണ്ടാകുന്നത് ഈസ്ട്രോജന്റെ അളവ് കൂടുമ്പോഴാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോർമോണിന്റെ വ്യതിയാനം കാരണം ആണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഈ ഹോർമോണിന്റെ വ്യതിയാനത്തിന് പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെ, തെറ്റായ ആഹാരക്രമങ്ങൾ തന്നെ. അപ്പൊ നമുക്ക് ഈ മാലിന്യം അടിഞ്ഞുകൂടിയതിന് നീക്കം ചെയ്യണം. അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ മാലിന്യം അടിഞ്ഞുകൂടുന്ന സമയത്ത് ഹോർമോണിന്റെ വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ നമ്മളെ തലച്ചോറിലുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ ഗ്രന്ഥിയിൽ നിന്ന് ശരിയായ രീതിയിൽ ഹോർമോൺ ഉൽപ്പാദിച്ചാൽ മാത്രമേ അത് സ്ത്രീകളിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും അണ്ഡാശയത്തിലേക്കും എല്ലാം ഒരു സിഗ്നൽ പാസ് ആവുകയുള്ളൂ. സ്ത്രീകളിൽ ഉണ്ടാകേണ്ട ഹോർമോൺ, ല്യൂട്ടനൈസിങ് ഹോർമോൺ, ഫോളിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നിവ ഉൽപ്പാദിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണിന്റെ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവറിയൻ ആക്സിസ്, ആ ഒരു സിഗ്നൽ പാസേജ് കറക്റ്റായിട്ട് നടക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആർത്തവ ക്രമക്കേട് ഉണ്ടാകുന്നത്. നമുക്ക് ശരീരം സൂചന നൽകിക്കൊണ്ടേയിരിക്കും നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് PCOD അല്ലെ PCOS, ഫൈബ്രോയിഡ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റായ ആഹാരക്രമം, ഇപ്പം നമ്മളിപ്പം പുറത്തുനിന്ന് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അൾട്രാ പ്രോസസ്ഡ് ആയ പിസ്സ, ബർഗർ അല്ലെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ട് ട്രാൻസ് ഫാറ്റി ആസിഡ് ആണുള്ളത്. ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് നമ്മുടെ കോശങ്ങളുടെ ഇന്റഗ്രിറ്റിയെ തകർക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാത്വേ, നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ഹോർമോണുകൾ കൃത്യമായി വരാതെ നമ്മുടെ അണ്ഡാശയത്തിൽ നിന്നും സ്ത്രീകളിൽ ഉണ്ടാകേണ്ട ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുകയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ തെറ്റായ ജീവിത ശൈലി തന്നെയാണ്. മാലിന്യം അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് പ്രകൃതി ചികിത്സയിൽ നമ്മൾ പറയുന്നത് അക്യുമുലേഷൻ ഓഫ് മോർബിഡ് മാറ്റർ ഈസ് ഡിസീസ്. അപ്പൊ നമുക്ക് ഈ മാലിന്യത്തെ നീക്കം ചെയ്യുന്നതാണ് പ്രകൃതി ചികിത്സയുടെ ഒരു രീതി. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ജീവിത ശൈലി, ആഹാരക്രമം, എക്സസൈസ്. അപ്പോൾ ജീവിതശൈലി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആർത്തവ ക്രമക്കേടിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, നല്ല ഡാർക്ക് ഇരുട്ടുള്ള മുറിയിൽ ഉറങ്ങുക, ജനലൊക്കെ തുറന്നിട്ട് ശുദ്ധവായു വരുന്ന മുറിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്ത്രീകളിൽ ഹോർമോണിന്റെ ഉൽപാദനം രാത്രി നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇരുട്ടുള്ള മുറിയിൽ ഉറങ്ങുമ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള ഹോർമോണിന്റെ ഉൽപാദനം നടക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മുടെ ഭക്ഷണ രീതി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വീട്ടിലാകുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചായിരിക്കും പാകം ചെയ്യുന്നത്. പുറത്തുനിന്നാകുമ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ ചിലപ്പം ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള ഭക്ഷണം ആകണമെന്നില്ല.
അതും നമ്മുടെ ഈ ആർത്തവ ക്രമക്കേടിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ മറ്റ് ഓയിലുകൾ, കുക്കിംഗ് ഓയിലുകൾ, വെളിച്ചെണ്ണയാണ് നമുക്ക് PCOS-ൽ ഉപയോഗിക്കാവുന്ന എണ്ണ. പിന്നെ ഭക്ഷണക്രമത്തിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ വറുത്തതും പൊരിച്ചയും ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഫ്രൈഡ് ഫുഡ് ഒഴിവാക്കുക. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എത്ര കഴിക്കണം? നമ്മൾ ധാരാളം കഴിക്കണം എന്ന് പറയും. ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒരു ദിവസം 5 പോർഷൻസ് പെർ ഡേ, അതായത് 500 ഗ്രാം ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കണം എന്നാണ് കണക്ക്. അത് നമ്മുടെ നാച്ചുറോപ്പതി ടെക്സ്റ്റ് ബുക്കിലോ നാച്ചുറോപ്പതിയിൽ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ഡേവിഡ്സൺ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ പോലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്നത് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ്, അതായത് പ്രമേഹം, പിന്നെ ഹൃദ്രോഗം എന്നീ പോലുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കാൻ നമ്മൾ ഏറെ സഹായിക്കും. ഇത് ഇവിടെ പറയാൻ കാരണം നമ്മുടെ PCOS, PCOD എന്നീ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം നമ്മൾ ധാരാളം ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. മൂന്നാമത് വരുന്നത് എക്സസൈസ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം എക്സസൈസ് അല്ലെങ്കിൽ ഈ എക്സസൈസിൽ നമ്മൾ ജിം ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, ഏതൊരു തരത്തിലുള്ള എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ ഓക്സിറ്റോസിൻ, നമ്മൾക്ക് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഹോർമോണിന്റെ ഉൽപാദനം ഉണ്ടാകുകയും നമ്മുടെ കോർട്ടിസോൾ ലെവൽ, അതായത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ ലെവൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു ചികിത്സാ രീതി, ജീവിതശൈലി, ഭക്ഷണക്രമം, എക്സസൈസ്, ഈ 3 രീതികളും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു ചികിത്സാ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചികിത്സാ രീതി കൊണ്ട് 3-4 മാസം കൊണ്ട് തന്നെ ആർത്തവ ക്രമക്കേട്, PCOD, PCOS എന്നുള്ള അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും. നമ്മുടെ ചികിത്സാ രീതി തുടരുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വയറിളക്കാം, അല്ലെങ്കിൽ നമുക്ക് ഛർദി എന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യം പുറത്തു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ പൂർണ്ണ വിശ്രമമാണ് ശരീരത്തിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് തന്നെ പ്രകൃതി ചികിത്സയിലൂടെ യാതൊരു മരുന്നുകളും ഇല്ലാതെ തന്നെ പ്രഗ്നന്റ് ആകാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാനും നമ്മൾ കൊടുക്കും. നല്ല പോഷകാഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ചികിത്സാ രീതി. അപ്പോൾ നമുക്ക് 3-4 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഇത് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ആർത്തവ ക്രമക്കേട് ഒരു രോഗ ലക്ഷണം മാത്രമല്ല, അത് നമുക്കൊരു വേക്കപ്പ് കോള് കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ജീവിതശൈലി ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നമുക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കും. താങ്ക്